പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ വലിയ ദുരൂഹതയുമുണ്ട്. 2 ദിവസം മുൻപായിരുന്നു ഒരു ഒളിക്യാമറ പിടികൂടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു വെടി പൊട്ടിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് അത് അബദ്ധത്തിൽ പൊട്ടിയെന്നാണ്. സുരക്ഷാ ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പൊട്ടിയതെന്ന്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിക്കുന്നത് കുറേ കാര്യങ്ങളായല്ലോ. അതെന്തായിരിക്കും ആ ക്ഷേത്രത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുക? അപ്പോൾ ഈ അബദ്ധത്തിൽ വെടിപൊട്ടി എന്ന് പറയുന്നത് പോലീസാണ്. പോലീസ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ തരമുള്ളൂ. മറ്റെന്തെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അത് അതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ടെങ്കിൽ അത് ഒഴിയുകയുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടി മാറുമ്പോൾ ഈ അബദ്ധം ഒരു മാസം അബദ്ധം ഉണ്ടായിരുന്നു. അത് ഈ ഉരുളിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഹരിയാന സ്വദേശി കൊണ്ടുപോകുന്നു. അതിലും ഒരു ദുരൂഹത. പക്ഷെ അത് പറയുന്നു അതും അബദ്ധം. അത് മാത്രമല്ല, വേറെയും ഒരുപാട് അബദ്ധങ്ങൾ ഇങ്ങനെ ഒരു തുടർക്കഥ പോലെ ഒരു 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 സീരിയലൈസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഇവിടെ ഇപ്പോൾ ഈ തോക്ക് രാവിലെ ഡ്യൂട്ടി മാറുമ്പോൾ വൃത്തിയാക്കും. അപ്പോൾ ആ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് തോക്ക് ഈ നിറയുള്ള തോക്കാണ്, ബുള്ളറ്റ് ലോഡ് ചെയ്തിരിക്കുന്ന തോക്കാണ്. അപ്പോൾ ആ തോക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തേക്ക് ചൂണ്ടിയാണ് അത് വൃത്തിയാക്കുന്നത്. അതിൻ്റെ കാർട്രിഡ്ജൊക്കെ ഊരി ഇടുന്നതും ഈ ബുള്ളറ്റ് കേസ് വൃത്തിയാക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ പിസ്റ്റളും മറ്റുമൊക്കെ എല്ലാം ഇതിങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇത് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഊരി കൃത്യമായിട്ട് വൃത്തിയാക്കി അത് അടുത്ത ആളിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ഈ ആയുധങ്ങളെല്ലാം കേടാവും, അല്ലെങ്കിൽ അത് സമയത്തിന് പ്രവർത്തിക്കാതെയാവും. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കാരണം ലോഹഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ അങ്ങനെ ഊരി വൃത്തിയാക്കുന്നതിന് ഇടയ്ക്കാണ് അബദ്ധത്തിൽ ഈ കാഞ്ചിയിൽ വിരലമർന്നിട്ടാണോ അല്ല മറ്റെന്തെങ്കിലും പ്രഷർ വന്നതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ വെടി പൊട്ടിയത്, വെടിയുണ്ട പുറത്തേക്ക് പോയത്. അപ്പോൾ നിലത്തേക്ക് പോയത് കൊണ്ട് അത് അപകടമൊന്നും ഉണ്ടായില്ല, ആർക്കും പരിക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമാൻഡൻറ്റ് അന്വേഷിക്കും എന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം, വാർത്തകളിലെല്ലാം നിറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അവിടെ അമൂല്യമായ സ്വർണ്ണശേഖരം അവിടെ ക്ഷേത്രത്തിൽ ഈ ഭഗവാന് കാണിക്കയായിട്ട് ലഭിച്ചതും രാജാവ് ദാനം ചെയ്തതുമൊക്കെ ആയിട്ട് അത് ക്ഷേത്രത്തിലുണ്ട്. അതിൻ്റെ കണക്കൊക്കെ എടുത്ത് സുപ്രീം കോടതി വലിയ കോലാഹലങ്ങളൊക്കെ നടന്നതാണ്, നമുക്കറിയാം. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പേ ഉണ്ടായൊരു വിവാദം, അല്ലെങ്കിൽ ഒരു ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവം. ഒരു ഗുജറാത്ത് സ്വദേശി അവിടെ ദർശനത്തിന് വന്നു. അദ്ദേഹം ഒരു പ്രത്യേകതരം കണ്ണാടി ധരിച്ചിരുന്നു. കണ്ണാടി ക്യാമറയുള്ള കണ്ണാടിയാണ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും മൊബൈൽ ഫോൺ തുടങ്ങിയ വസ്തുക്കൾ, പെൻ ക്യാമറ, അതുപോലെയുള്ള ഒരു തരത്തിലുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു യന്ത്രവും അതിനകത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ഇടക്കാലത്ത് സ്വർണ്ണം മോഷണം പോയിട്ടുണ്ട്. അങ്ങനെ മുന്നറിയിപ്പ് എല്ലാം ഉണ്ടായിട്ടും ഈ ആൾ ക്യാമറയും ധരിച്ച്, ക്യാമറയുള്ള കണ്ണാടിയും ധരിച്ച് അകത്തേക്ക് പോയി. ഒരു ഉദ്യോഗസ്ഥന് സംശയം തോന്നി പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഇത് ക്യാമറയാണെന്ന് അറിയുന്നത്. അങ്ങനെ അയാൾക്കെതിരെ കേസെടുത്തു. ആദ്യം അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ട് വീണ്ടും അയാളെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടൊരു സൂചനയുണ്ട്. വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിന് മുമ്പ് അവിടെ ഒരു സ്വർണ്ണ ദണ്ട്, ചെറിയൊരു ദണ്ടുണ്ട്, അതൊരു പൂജയ്ക്കിടയിൽ കാണാതെയായി. ആ ദണ്ട് പിന്നീട് കിട്ടുന്നത്, പിന്നെ അതിനെക്കുറിച്ച് പ്രശ്നം വെച്ച് നോക്കൽ അങ്ങനെ വലിയ അന്വേഷണമായി ബഹളമായി ആകപ്പാടെ. കാരണം അത് പുറത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിരുന്നില്ല. ക്ഷേത്രത്തിനുള്ളിൽ, നാലമ്പലത്തിനുള്ളിൽ മണലിൽ നിന്നും അത് കിട്ടി പിന്നീട്. അപ്പോൾ ഇത് അവിടുന്ന് ആരോ ഇത് എടുക്കാൻ ശ്രമിച്ചു, പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ആയപ്പോൾ അവിടെ ഉപേക്ഷിച്ചു എന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നത്. അതിന് മുമ്പ് നടന്ന സംഭവമാണ്, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഭക്തർ അവിടെ ഈ പൂവ്, മറ്റേ നിവേദ്യ വസ്തുക്കളൊക്കെ കൊടുക്കാൻ പൂപ്പാലിക, ചെറിയ ഉരുളിയുണ്ട്, അത് സ്വർണ്ണത്തിലുള്ളതാണ് ആ ഉരുളി. ആ ഉരുളി ഇതെല്ലാം കൊടുത്തതിന് ശേഷം ആ ഉരുളി എടുത്തുകൊണ്ട് പോയി, പുറത്തുപോയി. പിന്നെ അത് അന്വേഷിച്ച് പുറകെ പോയി. ഇതിങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പോലീസ് അലർട്ടായി, അവിടെ വലിയ ബഹളമൊക്കെ ആയി. പുറകെ പോയി CCTV ദൃശ്യമൊക്കെ പരിശോധിച്ച് വളരെ കൃത്യമായിട്ട് ആളെ കണ്ടെത്തി പുറകെ പോയി. അത് രാജസ്ഥാൻ സ്വദേശികളാണോ ഹരിയാന സ്വദേശികളാണോ അങ്ങനെ അവിടുന്ന് എവിടുന്നോ വന്നവരാണ്. പുറകെ പോയി അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുത്തു.
അത് ഞങ്ങൾ അറിയാതെ കൊണ്ടുപോയതാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിരന്തരം സുരക്ഷാ വീഴ്ചകളാണ്. നിരന്തരം ഈ ഇത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. പോകുന്ന സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഇനി ഏതൊക്കെ തിരിച്ചു കിട്ടാത്ത വണ്ണം ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊരു അന്വേഷണം കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അവിടെ ഒരു വലിയ സുരക്ഷാ മേഖലയെ പ്രഖ്യാപിച്ച് വലിയ സുരക്ഷ, അതീവ സുരക്ഷാ മേഖലയാണ്. എന്നിട്ടും എന്താ ഉണ്ടായിരിക്കും സംഭവിക്കുക? അത് തീർച്ചയായിട്ടും അത് വേണ്ടപ്പെട്ടവരുടെ വീഴ്ച തന്നെയാണ് അതിന് കാരണം. കൃത്യമായിട്ട് അവിടെ ഈ ഇത്രയും വലിയ സ്വർണത്തിൻ്റെ അമൂല്യ ശേഖരമുണ്ട് എന്ന് കണ്ടെത്തിയ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ വലിയ തോതിൽ അവിടെ എന്താ പറയേണ്ടത്, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെല്ലാം അവിടെ വിന്യസിച്ചു. പക്ഷെ അതിൽ എത്ര എണ്ണം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, എത്ര എണ്ണം പ്രവർത്തനക്ഷമമാണ്, ആർക്കും അറിയില്ല. ആർക്കും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അന്വേഷണമോ കണക്കെടുപ്പോ പരിശോധനയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കൃത്യമായ സുരക്ഷ കൊടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ക്ഷേത്രത്തിൻ്റെ ഭരണം സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി, അതുപോലെ ജില്ലാ ജഡ്ജി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഇവരെല്ലാം ഉൾപ്പെടുത്തിയാണ് അവിടെ ഒരു ഭരണസമിതി രൂപീകരിച്ചിരിക്കുന്നത്. ആ ഭരണസമിതിക്കാണ് ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല. അതുപോലെ ഒരു ഡെപ്യൂട്ടി കമാൻഡൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയാണ് അവിടെ. കേരള പോലീസിൻ്റെ ശരിക്കും പറഞ്ഞാൽ കമാൻഡോ വിങ് ഉൾപ്പെടെയുള്ളവരാണ് അവിടെ സുരക്ഷ കൊടുക്കുന്നത്. സാധാരണ പോലീസുകാരല്ല. സാധാരണ ഒരു ക്ഷേത്രത്തിൽ സാധാരണ പോലീസുകാർ കൊടുക്കുന്ന സുരക്ഷ പോലെയല്ല അവിടെ. VIP പരിഗണനയിലുള്ള സുരക്ഷയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇത്രയും സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ അത് അന്വേഷിച്ച് പുറകെ പോയി കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരും. ചോദിക്കുമ്പം അയ്യോ അബദ്ധം പറ്റിയതാണെന്ന് പറയുക. ഇങ്ങനെ വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാലത്തും കേരളത്തിലെ പല ഒരു ഇടതുപക്ഷം അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ലക്ഷ്യമിടുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ്. ഒന്ന് ശബരിമലയും ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവും. അത് സുരക്ഷാപരമായാലും ആശയപരമായാലും അതിനെ തകർക്കുക എന്നത് പ്രത്യേകമായ ഒരു അജണ്ടയല്ലേ? ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമലയും മാത്രമല്ല, ഗുരുവായൂർ, അതുപോലെ തന്നെ ചോറ്റാനിക്കര, അങ്ങനെ വളരെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡുണ്ട്, അതിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങൾ. ഇവിടെയൊക്കെ ക്ഷേത്രത്തിലെ വരുമാനം ആണ് ബോർഡുകൾക്ക് പ്രധാനം. അത് തിരുവിതാംകൂർ ആയാലും കൊച്ചി ആയാലും ഗുരുവായൂരായാലും മലബാറായാലും ഈ ദേവസ്വങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പ്രധാനം. ആ വരുമാനത്തിനപ്പുറത്തേക്ക് ബോർഡുകൾക്ക് അവിടുത്തെ പൂജകൾ കൃത്യമായിട്ട് നടക്കണം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് നടക്കണം, അവിടുത്തെ ദേവചൈതന്യം ലോപം വരാതെ മുന്നോട്ട് പോകണം, അത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ സുരക്ഷ, അവിടുത്തെ ഈ പറയുന്നത് പോലെ ധാർമ്മികമായ ഈ എന്താ പറയുക ക്ഷേത്ര ആചാരങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക. അത്തരം കാര്യങ്ങളിലൊന്നും ഇവർക്ക് ആർക്കും താല്പര്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഈ പല ക്ഷേത്രങ്ങൾക്കും ഉണ്ട്. ഒരു വേദപാഠശാല, ഒരു മതപാഠശാല പോട്ടെ, ഈ പറയുന്നത് പോലെ ആഴ്ചയിലൊരിക്കലെങ്കിലും ജനങ്ങൾക്ക് ധാർമ്മിക ബോധം നൽകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒന്നുമില്ല. അവർക്ക് അവിടെ വലിയ രീതിയിൽ ധൂർത്ത് നടത്താനുള്ള, ഇപ്പോൾ ഉത്സവങ്ങൾ വലിയ ആഘോഷമായിട്ട് നടത്തും. എന്താ കാര്യം? കാരണം പണം ഒരുപാട് ചിലവാക്കാം, അതിനകത്തുനിന്ന് വെട്ടിക്കാം, അഴിമതി നടത്താം. ഇതൊക്കെയാണ് മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ദേവസങ്കല്പത്തെക്കുറിച്ചോ ദേവതാസങ്കല്പത്തെക്കുറിച്ചോ അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചോ അവിടെ ഈശ്വരാഭിമുഖമായ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യം, ഭക്തരുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അവർക്ക്. നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നത് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം തേടിയാണ് പോകുന്നത് അല്ലേ? ആരും വെറുതെ ടൂറ് പോകുന്നതല്ലോ, വിനോദസഞ്ചാരത്തിന് പോകുന്നത് പോലെ ആരും ക്ഷേത്രത്തിൽ പോകാറില്ലല്ലോ. ഭക്തൻ ഭക്തിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ അതിനൊന്നും വേണ്ടുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല.
അതുതന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നമ്മുടെ ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്. അടിയന്തരമായിട്ട് സർക്കാർ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തസമൂഹം ഒത്തൊരുമയോടുകൂടി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരണം. അവർ നിരന്തരം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തണം. എങ്കിൽ മാത്രമേ ഈ അനാസ്ഥ അവസാനിക്കുകയുള്ളൂ. ശ്രീപത്മനാഭൻ്റെ ഈ ക്ഷേത്രത്തിലുള്ള ഈ സ്വർണത്തിൻ്റെ അമൂല്യ ശേഖരം സംരക്ഷിക്കാൻ ഭക്തർ മുന്നിട്ടിറങ്ങണം. അല്ലാത്ത പക്ഷം ഇത് വലിയ നാശത്തിലേക്ക് പോകും. ഈ അമൂല്യ ശേഖരം കുറേശ്ശെയായിട്ട് കള്ളന്മാർ കൈക്കലാക്കും. അതിനുള്ള ഒരു ചിട്ടവട്ടങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.